ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ മുട്ട റോസ്റ്റ് ആണ്. മുട്ട റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനെന്താണ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് ഈ ഒരു എഗ് റോസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ദിവസം തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. എഗ് റോസ്റ്റിൻ്റെ കൂടെയുള്ളത് ഇടിയപ്പമാണ്. ഇടിയപ്പമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എഗ് റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 6 മീഡിയം വലിപ്പമുള്ള സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയ്ക്കാണ് 6 സവോള എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക്, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളി. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കാം, വലിയ തക്കാളി ആകുമ്പോൾ 1 എടുക്കാം. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി, ചെറിയ പീസ് ഇഞ്ചിയാണ് കേട്ടോ, അധികം വലിയ പീസല്ല. പിന്നെ നമ്മൾ സാധാരണ എഗ് റോസ്റ്റിൽ ചേർക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പീസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു വലിപ്പമുള്ള പീസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചതയ്ക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം, നമ്മുടെ വലിയ ജീരകം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുരുമുളകും പെരുംജീരകവും നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു വരണ്ട, ഒന്ന് ചതഞ്ഞു വന്നാൽ മതി. ഇതുപോലെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ ചതഞ്ഞ് കിട്ടും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മുടെ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇന്ന രീതിയിൽ മാത്രം കട്ട് ചെയ്യുക എന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ, അതൊന്ന് ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് അരച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ട, വെള്ളം ചേർക്കാതെ തന്നെ അരഞ്ഞു കിട്ടും. തക്കാളിയിലുള്ള ആ വെള്ളം കൊണ്ട് തന്നെ അരഞ്ഞു കിട്ടും. ഇത് ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളറിൽ നമ്മുടെ ബീട്രൂട്ടും തക്കാളിയും ചേർന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ വേണം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. നമ്മൾ 6 സവോള എടുത്തിട്ടുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഇഞ്ചി, പെരുംജീരകം, വെളുത്തുള്ളി, കുരുമുളക്, ഇത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ സവോളയും പച്ചമുളകും ചേർക്കാം. അതൊന്ന് ചൂടായി തുടങ്ങട്ടെ കേട്ടോ. ഒരുപാട് സമയമൊന്നും ചൂടാവണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇനി നമുക്ക് സവോളയും പച്ചമുളകും ചേർക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും സവോള എന്തിനാ എന്ന് ചിന്തിക്കേണ്ട. ഇത് വഴന്നു വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മുടെ മുട്ടയ്ക്ക് ഗ്രേവി വേണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സവോള ചേർക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർക്കാണ്. പിന്നെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി എല്ലാ എഗ് റോസ്റ്റിനും നമ്മൾ വഴറ്റുന്ന പോലെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. ഇതാണ് ഈ ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു ജോലി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. ഈ സവോള വഴറ്റുന്ന സമയം മാത്രമേ നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൂ ഈ ഒരു കുക്കിങ്ങിൽ. അപ്പോൾ ഞാനിതിനി വഴറ്റിയെടുക്കട്ടെ, അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ കുരുമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇനി ചേർക്കുന്നത്. 1.25 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ആ പൊടികളുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഇനി നമ്മുടെ ഗരം മസാല പൗഡർ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ എഗ് റോസ്റ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗരം മസാല പൗഡറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല.
ഇനി ഇതെല്ലാം ചേർന്ന് നന്നായിട്ട് കുക്കായി വരണം. ഈ പൊടികളുടെ ആ റോ ടേസ്റ്റ് മുഴുവൻ മാറി വന്നതിന് ശേഷം വേണം നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാനായിട്ട്. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെയും ബീട്രൂട്ടിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലുള്ള വെള്ളം മുഴുവൻ വറ്റി വരുന്നത് വരെ വീണ്ടും ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ തക്കാളിയിലുള്ള വെള്ളം ഉണ്ടല്ലോ അതൊന്ന് വറ്റി വരണം. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് സമയം ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാലേ തക്കാളിയിലുള്ള വെള്ളം മുഴുവൻ വറ്റി വരുള്ളൂ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളറും ചേഞ്ച് ആയി വരും. അപ്പോൾ നിങ്ങൾക്കിനി ഗ്രേവി പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ മതിയെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മുടെ ഗ്രേവി റെഡിയാക്കിയിട്ട് അതിലേക്ക് മുട്ട ചേർക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്, ഒരു 1/2 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ആ ഗ്രേവി ഒന്ന് കിടന്ന് തിളച്ച് അതിലേക്ക് നമ്മൾ മുട്ട ഇട്ടിട്ട് ഒന്നിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഗ്രേവി എത്ര വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ ബീട്രൂട്ടിൻ്റെയും തക്കാളിയുടെയും റോ ടേസ്റ്റ് കംപ്ലീറ്റ് മാറുന്നത് വരെ ഒരു 3-4 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളിയിലുള്ള വെള്ളം വറ്റി വന്നാലും നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ നല്ല ഭംഗിയുള്ളൊരു കളറിലെ മസാല റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ സാധാരണ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ചെറിയ പീസ് ബീട്രൂട്ടും കൂടി ചേർത്ത് മസാല ഉണ്ടാക്കി നോക്കൂ. നല്ല ഭംഗിയുള്ളൊരു കളറായിരിക്കും മസാലയ്ക്ക്. അപ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഞാനിപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പ്ലേലിസ്റ്റ് എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി കിട്ടും. നമ്മൾ അരിപ്പൊടി കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും ഒക്കെ ഇടിയപ്പം ചെയ്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഗ്രേവി വേണ്ട, മസാല പൊതിഞ്ഞിരിക്കുന്ന പാകമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മുട്ട ചേർക്കുക, 2 മിനിറ്റ് ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇടിയപ്പത്തിനായതുകൊണ്ട് കുറച്ച് ഗ്രേവി ഉള്ള രീതിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ വറ്റി, അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി, മസാലയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുക, അതിനുശേഷം വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ആകെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഉപ്പ് കുറച്ചല്ലേ ചേർത്തിട്ടുള്ളൂ. ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കറക്റ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ ആദ്യം കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ 1 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് പഞ്ചസാര ചേർത്താൽ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയില്ലേ ഗ്രേവി കാണാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. മുട്ടയൊന്ന് വരഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ വരഞ്ഞു കൊടുക്കാം. ഇവിടെ കിച്ചൂസിന് മുട്ട വരഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വരഞ്ഞു കൊടുക്കുന്നില്ല. ഈ മസാല ഉപയോഗിച്ച് മുട്ടയൊന്ന് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാൻ പോവാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിലുള്ള നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ആ ഒരു കളറൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് തുറക്കാം. അപ്പോൾ നമ്മുടെ മുട്ട അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയി. നമുക്കിനി ഒന്ന് തുറന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മുട്ട റോസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.